നേരെ ഗൂഗിളിലേക്ക് വരിക, ഓപ്പൺ ചെയ്യുന്ന ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ChatGPT എന്ന് ടൈപ്പ് ചെയ്യുക. ആദ്യം കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ആയ വെബ്സൈറ്റിൽ എത്തിയിട്ടുണ്ട്. ഒന്നും ചെയ്യേണ്ട, നേരെ മേളിൽ കാണുന്ന ട്രയൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇതിനകത്ത് ആൾറെഡി നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ സൈനപ്പ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ ലോഗിൻ കൊടുക്കുന്നു. മേളിൽ നിങ്ങളെ ഇമെയിൽ ID എൻ്റർ ചെയ്യുക, ജിമെയിൽ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ജിമെയിൽ ID എൻ്റർ ചെയ്യാണ്. ദെൻ ക്ലിക്ക് ഐ എം നോട്ട് എ റോബോട്ട്, കണ്ടിന്യൂ. പാസ്വേഡ് കൊടുക്കുക. ഞാൻ ആൾറെഡി സൈൻ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്, പാസ്വേഡ് ഉണ്ട്. പാസ്വേഡ് ടൈപ്പ് ചെയ്യണം, ക്ലിക്ക് കണ്ടിന്യൂ. ഓക്കെ, നമ്മളിപ്പോൾ ChatGPT ഇൻ്റർഫേസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യുക കൊടുക്കുക. ഇൻ കേസ് നിങ്ങൾ ലൈറ്റ് മോഡ് ഉണ്ടെങ്കിൽ ലൈറ്റ് മോഡ് എനേബിൾ ചെയ്യാം. ഞാനിപ്പോൾ ഡാർക്ക് മോഡാണ് യൂസ് ചെയ്യുന്നത്. സോ ഐ സ്റ്റേ വിത്ത് ഡാർക്ക് മോഡ്. അവിടെ നമ്മുടെ ആദ്യത്തെ ചോദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു സിമ്പിൾ ചോദ്യമാണ്, വാട്ട് ഈസ് AI എന്നുള്ളത്. അപ്പോൾ അതെനിക്ക് അതിനുള്ള ഉത്തരം നൽകുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ഉത്തരം വേറെ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ റീജനറേറ്റ് കൊടുക്കുക. അപ്പോൾ സെയിം ആൻസർ തന്നെ വേറെ രീതി കാണിക്കും. ഇവിടെ നമുക്ക് രണ്ട് ഉത്തരം ടോഗിൾ ചെയ്യാം. ChatGPT സെയിം കാര്യം തന്നെ നമുക്ക് ഈ ചാറ്റ് കണ്ടിന്യൂ ചെയ്തിട്ട് പോകാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ ചാറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ മെയിലിൽ വരിക, എന്നിട്ട് അതുപോലെ പുതിയൊരു ചാറ്റ് ന്യൂ ചാറ്റ് എന്ന് കൊടുക്കുക, അതിനകത്ത് പുതിയൊരു ചാറ്റ് ഓപ്പൺ ചെയ്യുക. ഇൻ കേസ് നമ്മൾ ഈ ചാറ്റ് ചെയ്ത ഹിസ്റ്ററി അല്ലാതെ ഓർത്തിരിക്കും. ആ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാനാണെങ്കിൽ താഴെ വന്നിട്ട് ക്ലിയർ കോൺവെർസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ചാറ്റ് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പുതിയൊരു ചാറ്റ് ഓപ്പൺ ചെയ്യുന്നു. അതിനോട് ചോദിക്കുന്നു, റൈറ്റ് എ ബ്ലോഗ് മീ അബൌട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു ഉത്തരം എനിക്ക് തരുന്നുണ്ട്. എനിക്ക് ഈ സെയിം കണ്ടൻറ്റ് തന്നെ ഒരു ബുള്ളറ്റ് പോയിൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. സോ എന്നോട് ചോദിച്ചു. അപ്പോൾ അത് കറക്റ്റായിട്ട് അതിന് ബുള്ളറ്റ് പോയിൻ്റ് ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് സോൾട്ട് ഇസ് 2ab + 3c അങ്ങനെ ഒരു ഇക്വേഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ അതെനിക്ക് നമുക്ക് എങ്ങനെ ഉത്തരം തരുമെന്ന് നോക്കാം. ദിസ് ഇക്വേഷൻ വിത്ത് വേരിയബിൾസ് ഓൺ ബോത്ത് സൈഡ്. സോ അതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള രീതി വരെ ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി തരുന്നുണ്ട്. സോ ഇൻ കേസ് ഈ ഉത്തരം നമുക്കൊരു ഫൈനൽ ആൻസറായിട്ട് മാത്രം മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാറ്റ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഗിവ് മീ ദ ഫൈനൽ ആൻസർ എന്നോ അങ്ങനെ എന്തെങ്കിലും, വാട്ട്സ് ഫൈനൽ ആൻസർ. സോ അത് നമുക്ക് ഫൈനൽ ആൻസർ മാത്രമായിട്ട് അത് റൈറ്റ് ചെയ്ത് തരും. കേസ് അല്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗമായിട്ടും അത് റിപ്ലൈ തരുന്നതാണ്. സോ ഞാനിവിടെ പുതിയൊരു ചാറ്റ് ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ റെസ്യൂം ക്രിയേറ്റ് ചെയ്യാണ്. റൈറ്റ് മീ റെസ്യൂം ഫോർ അപ്ലൈ. ഏതാ കൊടുക്കുക? ഓക്കെ, ഒരു ഡേറ്റ ഓപ്പറേറ്റർ കൊടുക്കാം. റൈറ്റ് മീ റെസ്യൂം ഫോർ അപ്ലൈങ് ഫോർ ദ പോസ്റ്റ് ഓഫ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ കൊടുത്തു. അപ്പോൾ അത് കറക്റ്റ് ഫോർമാറ്റിൽ നമുക്ക് ഉത്തരം തരുന്നുണ്ട്. ഒരു റെസ്യൂം പ്രോബ്ലി എങ്ങനെ ഉണ്ടാവുക ആ രീതിയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റെസ്യൂം ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. അതായത് നമ്മൾ കൊടുത്ത ഡേറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് എന്ന രീതിയിൽ നമ്മൾ കൊടുത്ത അതിനനുസരിച്ചുള്ളൊരു റെസ്യൂം ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഇത് ബേസിക് ഫോർമാറ്റാണ് നമുക്ക് തരുന്നത്, ഡീറ്റെയിൽ ഒന്നുമില്ല. ആ ഡീറ്റെയിൽ നമ്മൾ ഫില്ല് ചെയ്താൽ മതി. അങ്ങനെ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു റെസ്യൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മൾ ഈ സെയിം ഒന്ന് കോപ്പി ചെയ്യുക. എന്നിട്ട് കോപ്പി ചെയ്തിട്ട് നേരെ ഒരു വേർഡ് ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യുക. വേർഡ് ഡോക്യുമെൻ്റ് വന്നിട്ട് അത് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് ഫോർമാറ്റിലാക്കാനായിട്ട് ഞാൻ എൻ്റെ ഹെഡിങ് കൊടുക്കുന്നുണ്ട്. റെസ്യൂം എന്നുള്ളൊരു ഹെഡിങ് ഞാൻ വീട്ടിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. മുകളിൽ പേജ് ലേഔട്ട് പോയി ഒന്ന് ഫോർമാറ്റ് കൊടുത്ത് എന്താണ് ഹെഡിങ്, റെസ്യൂം എന്നൊരു ഹെഡിങ് കൊടുക്കുകയാണ്. അത് മധ്യഭാഗത്തേക്കാക്കി എന്നിട്ട് അതിൻ്റെ സൈസ് ജസ്റ്റ് ഒന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്, ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണ് ഹെഡിങ് മാതിരി ആക്കാനായിട്ട്. ഒരു അണ്ടർലൈനും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത്ര വളരെ ആയിട്ട് നമുക്കൊരു റെസ്യൂം കിട്ടിയിട്ടുണ്ട്. ChatGPT കുറിച്ചുള്ള കൂടുതൽ വീഡിയോക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.